രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് റഷ്യ, ചൈന, അമേരിക്ക പോലുള്ള മിക്ക വൻകിട രാജ്യങ്ങളും തങ്ങളെ എതിർക്കാൻ വരുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനായിട്ട് മുങ്ങിക്കപ്പലിനകത്തൊരു വസ്തു ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പെരിസ്കോപ്പ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന മോഡൽ കേട്ടോ. ഇതിൻ്റെ യൂസ് പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുമെന്ന് കരുതിക്കോ. ഇങ്ങനെ നോക്കിയാലും എനിക്കിപ്പം ഈ ഒരു ഭാഗത്തെ വിഷയമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. നേരെ ഇതിൻ്റെ വർക്കിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മുടെ പെരിസ്കോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത കാർഡ്ബോർഡിൻ്റെ ബാക്കി പീസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് ആ ഒരു പീസ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കി ആ ഒരു വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാർഡ്ബോർഡ് വെച്ചാണ് വീഡിയോ ചെയ്യുന്നത്. നന്നായിട്ട് ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നേരെ ഇതിൻ്റെ വർക്കിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ നിന്നും കറക്റ്റായിട്ട് 8 പീസുകൾ മാർക്ക് ചെയ്ത് കട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മെഷർമെൻറ്റ് ഞാനിവിടെ പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് ചെറിയ സംശയം തോന്നാം. അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ അതങ്ങ് പറഞ്ഞേക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പീസായിട്ട് വരുന്നത്. ഇത് കൂട്ട് ഓരോ ഷേപ്പിൻ്റെയും ഈ 2 പീസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വലിയ കാർഡ്ബോർഡിൽ നിന്നും ഇതേപോലെ ചെറിയ 8 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ പെരിസ്കോപ്പിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ റൂഫ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിനകത്ത് കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്തെടുക്കാറുണ്ട്. അപ്പം നേരെ അതിൻ്റെ വർക്കിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയ്ക്കായിട്ട് നമുക്ക് 5 ഇഞ്ചിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള 2 ഗ്ലാസ് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗ്ലാസ്സിന് കാർഡ്ബോർഡിൻ്റെ ഈ ഒരു കോർണറിലേക്കും രണ്ടാമത്തെ ഗ്ലാസ്സിന് വേണ്ട ഡോക്കാണെന്ന് ആ കോർണറിലേക്ക് നമുക്കങ്ങ് പ്ലേസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എൻട്രൻസിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫസ്റ്റ് ഗ്ലാസ് റിഫ്ലക്റ്റ് ചെയ്ത് അത് നേരെ നമ്മുടെ സെക്കൻഡ് ഗ്ലാസ്സിലേക്ക് ചെന്ന് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ സെക്കൻഡ് എൻട്രൻസിലേക്ക് എത്തുന്നതായിരിക്കും. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ എൻട്രൻസിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ എൻട്രൻസിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, കാരണം ഞാൻ പറഞ്ഞതുപോലെ ആ പെരിസ്കോപ്പ് വർക്ക് ആവണമെങ്കിൽ നമ്മുടെ 2 ഗ്ലാസ്സുകളും പരസ്പരം 45 ഡിഗ്രി ആംഗിളിൽ വേണം ആ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ. പക്ഷേ ആ ഒരു കാർഡ്ബോർഡിൻ്റെ അകത്ത് നമ്മുടെ 2 ഗ്ലാസും എങ്ങനെ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കും? അതിനായിട്ട് നമ്മൾ ചെറിയൊരു ടിൻ എടുത്തിട്ട് ആ ടിന്നിനെ കാർഡ്ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നമ്മുടെ 2 ഗ്ലാസ് കൂടെ ഉണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് എൻട്രൻസിൽ വെച്ച ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് സെക്കൻഡ് എൻട്രൻസിൽ കറക്റ്റ് സെൻറ്ററിൽ വരുവാണെങ്കിൽ നമ്മുടെ 2 ഗ്ലാസ്സുകളും പരസ്പരം 45 ഡിഗ്രി ആംഗിളിലായിരിക്കും സെറ്റായിട്ടിരിക്കുക. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ റൂഫായിട്ട് വരുന്ന അവസാനത്തെ പീസ് നമുക്ക് അങ്ങ് ഒട്ടിച്ച് വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ പെരിസ്കോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറിൽ നമ്മളിതൊക്കെ പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണുണ്ടല്ലോ, ഞാനിവിടെ ഈ ഒരു ഭാഗത്തോടെ നോക്കുവാണെങ്കിലും എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തെ വിഷ്വലാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് എൻ്റെ ഫേസൊക്കെ ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. അപ്പം ഏതായാലും കറക്റ്റായിട്ട് അവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ പെരിസ്കോപ്പ് എന്ന് പറയുന്ന സാധനം. മിക്കവാറും തന്നെ 5 മാറിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് മിക്കവാറും തന്നെ സ്കൂളിൽ സയൻസ് പ്രൊജക്റ്റൊക്കെ ആയിട്ട് ചെയ്ത സാധനമാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഒക്കെ നല്ല പരിചയം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഏതായാലും നമുക്ക് ഇത് വെച്ച് കുറച്ചുകൂടെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്ത് വീഡിയോ അങ്ങ് എൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ എന്നെക്കാട്ടിലും വലിയ ഹൈറ്റ് ഒരു ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഈ ഒരു പെരിസ്കോപ്പ് വെച്ച് എടുത്ത് നോക്കാം. നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നോക്കുന്നതെങ്കിലും എനിക്ക് ഈ ഒരു ഭാഗത്ത് വീഡിയോ ആണ് ഇപ്പം കാണാൻ സാധിക്കുക. ഒന്നേടാ, അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണാമോ? നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്തൊരു വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെരിസ്കോപ്പിൻ്റെ ഉപയോഗം. നമുക്ക് നമ്മളെക്കാട്ടിലും വലിയ ഹൈറ്റുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഈസി ആയിട്ട് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മളെക്കാട്ടിലും വലിയൊരു മതിലുണ്ടെന്ന് കരുതുക. അതിൻ്റെ അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പൊക്കക്കുറവ് പോലെ നമുക്ക് അറിയാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പെരിസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ അനായാസമായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് എന്താണ് നടക്കുന്നത് അറിയാൻ പറ്റുന്നതായിരിക്കും. ആണോ? ഇതൊക്കെയാണ് നമ്മുടെ പെരിസ്കോപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നമ്മളെക്കാളും ഹൈറ്റുള്ള വസ്തുക്കളെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പെരിസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ. ചൈന, അമേരിക്ക പോലുള്ള മിക്ക വൻകിട രാജ്യങ്ങളും തങ്ങളെ ഇതിലെല്ലാം വരുന്ന അങ്ങനെ നമ്മുടെ ഹോളോഗ്രാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടാക്കണ്ട, എനിക്കിങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് മുങ്ങിക്കപ്പലിനകത്ത് വെച്ച വസ്തുണ്ട്. പെരിസ്കോപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. അപ്പോൾ നമ്മുടെ പെരിസ്കോപ്പ് ഉണ്ടാക്കാനായിട്ട്
അപ്പോൾ നമ്മുടെ പെരിസ്കോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ഇഷ്ടമായ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ തീർച്ചയായും ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ തന്നെ വിളക്കുക. ബൈ.